എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട മൾട്ടി ബാഗർ സ്റ്റോക്കായ HBL എഞ്ചിനീയറിംഗ് ലിമിറ്റഡിനെ കുറിച്ച് നിക്ഷേപകർ അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HBL ഉൾപ്പെട്ട സെക്ടറിനെ കുറിച്ചും ഈ കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ചും കഴിഞ്ഞകാല പ്രകടനത്തെക്കുറിച്ചും നിക്ഷേപകർക്ക് കൈനിറയെ സമ്പാദ്യം നേടിക്കൊടുത്ത ഈ സ്റ്റോക്ക് ഇനി എങ്ങോട്ട് തുടങ്ങിയ കാര്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കമ്പനിയെക്കുറിച്ചും സ്റ്റോക്കിനെക്കുറിച്ചും വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തോടൊപ്പം എല്ലാ വ്യവസായങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് സ്ഥിരമായ വൈദ്യുതി വിതരണം ആവശ്യമാണ്. അതിനാൽ തന്നെ വൈദ്യുതി സംഭരണത്തിന്റെ ആവശ്യകതയും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ആഗോള പരിവർത്തനത്തെ സഹായിക്കുന്ന EV വ്യവസായത്തെ രൂപപ്പെടുത്തുന്നതിൽ വൈദ്യുതി സംഭരണവും ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ഈ മാറ്റങ്ങൾ കൂടുതൽ സുസ്ഥിരവും കാർബൺ ന്യൂട്രൽ ഭാവിയും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഈ പരിവർത്തന മാറ്റങ്ങൾക്കിടയിൽ HBL എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്ന HBL പവർ സിസ്റ്റംസ് ലിമിറ്റഡ് ഇന്ത്യൻ വ്യാവസായിക ബാറ്ററി മേഖലയിൽ ഒരു പ്രമുഖ നാമമായി ഉയർന്നു വന്നിരിക്കുന്നു. പവർ സ്റ്റോറേജ് സൊല്യൂഷനുകൾക്ക് പേരുകേട്ട കമ്പനി ഇന്ത്യയുടെ ബാറ്ററി ഇക്കോസിസ്റ്റത്തിലെ ഒരു പ്രധാന കമ്പനിയാണ്. ലെഡ് ആസിഡ്, നിക്കൽ കാഡ്മിയം, സിൽവർ, സിങ്ക്, ലിഥിയം ബാറ്ററികൾ എന്നിവയുൾപ്പെടെ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ബാറ്ററികളുടെ വൈവിധ്യമാർന്ന ശ്രേണിയിൽ HBL പവർ സിസ്റ്റംസ് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിവിധ വ്യവസായങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. എനർജി സ്റ്റോറേജ് മേഖലയിൽ ശക്തമായ സാന്നിധ്യമുള്ള HBL പവർ സിസ്റ്റംസ് വിപണിയിലെ മുൻനിര കമ്പനികൾക്കിടയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല, നിക്ഷേപകർക്ക് ഉയർന്ന സമ്പത്ത് സൃഷ്ടിക്കുന്ന ഓഹരിയാണെന്ന് സ്വയം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ കമ്പനിയെക്കുറിച്ച് ചുരുക്കി വിവരിക്കാം. മുൻപ് HBL പവർ സിസ്റ്റംസ് എന്നറിയപ്പെട്ടിരുന്ന HBL എഞ്ചിനീയറിംഗ് ബാറ്ററികൾ, മൊബിലിറ്റി ഉൽപ്പന്നങ്ങൾ, മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുകയും സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഇന്ത്യ ആസ്ഥാനമായുള്ള കമ്പനിയാണ്. ബാറ്ററികളിലെ വൈദഗ്ധ്യത്തോടെ കമ്പനി പുതിയ ബാറ്ററി അധിഷ്ഠിത ബിസിനസ്സുകളിലേക്കും ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, ഡിഫൻസ് ഇലക്ട്രോണിക്സ്, റെയിൽവേ ഇലക്ട്രോണിക് സിഗ്നലിംഗ് എന്നിവയുൾപ്പെടെ വിശാലമായ വിപണികളിലേക്കും ബിസിനസ് വ്യാപിപ്പിച്ചു. ഈ വൈവിധ്യവൽക്കരണത്തിലൂടെ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ശക്തി ഉപയോഗപ്പെടുത്തിയത് മൂലം പ്രിസിഷൻ മാനുഫാക്ചറിംഗ്, സ്പൺ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഗ്രീൻ ടെക്നോളജി എന്നിവയിൽ പുതിയ ബിസിനസ് അവസരങ്ങൾക്ക് കാരണമായി. ഇനി ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞകാല പ്രകടനം വിലയിരുത്താം. ഇവിടെ വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ 20 വരെയുള്ള HBL പവർ സിസ്റ്റംസ് എന്ന ഓഹരിയുടെ പ്രകടനമാണ്. അതിനുശേഷം ഡിസംബർ 23 മുതൽ HBL എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഈ ഓഹരി എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്നത്. HBL പവർ സിസ്റ്റംസിന്റെ ഓഹരി വില ഒരു ദശകം മുൻപ് ഉണ്ടായിരുന്ന 32 രൂപ 15 പൈസയിൽ നിന്ന് 2024 ഡിസംബർ 14-ന് 738 രൂപയായി കുത്തനെ ഉയർന്നു. ഇതിനർത്ഥം നിങ്ങൾ 10 വർഷം മുൻപ് ഈ കമ്പനിയിൽ 10,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം ഇപ്പോൾ 2,29,549 രൂപയായി കാണും. ഇത് 2,195% എന്ന അമ്പരപ്പിക്കുന്ന വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. 2007-ൽ ഈ ഓഹരി അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ഇതുവരെയായി 2,596.7% റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും 2020 കോവിഡ് മഹാമാരി സമയത്ത് കമ്പനിയുടെ ഓഹരി വില ഏകദേശം 11 രൂപ വരെ താഴ്ന്നിരുന്നു. 2020 നവംബറിൽ ഓഹരി വില തിരിച്ചു കയറാൻ തുടങ്ങി. അതിനുശേഷം അതിശയിപ്പിക്കുന്ന കുതിപ്പാണ് ഉണ്ടായത്. 2024 ഡിസംബർ 16-ന് സ്റ്റോക്ക് എക്കാലത്തെയും ഉയർന്ന നിരക്കായ 739 രൂപ 60 പൈസയിലെത്തി. ഈ ശ്രദ്ധേയമായ പ്രകടനത്തിനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഗോള വിപണിയിൽ കമ്പനിക്ക് ശക്തമായ സ്ഥാനമുണ്ട്. ഇൻഡസ്ട്രിയൽ നിക്കൽ ബാറ്ററികളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയും ഇന്ത്യയുടെ വാൽവ് റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററി മേഖലയിൽ 3-ാം സ്ഥാനത്തുമാണ് ഈ കമ്പനി. ഈ പ്രബലമായ വിപണി നില കമ്പനിയുടെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ നൽകി. ഈ പ്രധാന ശക്തികൾക്ക് പുറമെ പ്രതിരോധം, റെയിൽവേ, ടെലികോം തുടങ്ങിയ ഉയർന്ന വളർച്ചാ മേഖലകളിലേക്ക് HBL പവർ അതിന്റെ പ്രവർത്തനങ്ങൾ തന്ത്രപരമായി വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്.
ഈ വൈവിധ്യവൽക്കരണം കമ്പനിയെ പുതിയ വരുമാന സ്രോതസ്സുകളിലേക്ക് കടന്നു കയറാനും ഏതെങ്കിലും വ്യവസായത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിച്ചു. ആത്മനിർഭർ ഭാരതിനു വേണ്ടിയുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രേരണ കമ്പനിയുടെ വളർച്ചയെ ശക്തിപ്പെടുത്തി, പ്രത്യേകിച്ചും അത് നിർണായക ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പ്രതിരോധ മേഖലയിൽ. മറ്റൊന്ന്, ഗവേഷണത്തിലും വികസനത്തിലും കമ്പനിയുടെ തുടർച്ചയായ ശ്രദ്ധ നൂതന ബാറ്ററി സാങ്കേതിക വിദ്യകളിലെ നവീകരണത്തിന് കാരണമായി. ടെക്നോളജിക്കൽ ട്രെൻഡുകളിൽ മുന്നിൽ നിൽക്കുന്നതിലൂടെ HBL പവർ മത്സരാധിഷ്ഠിത വിപണിയിൽ മുൻതൂക്കം നിലനിർത്തി. ഇത് കമ്പനിയെ അതിന്റെ ആകർഷണീയമായ വളർച്ചാ പാതയിൽ എപ്പോഴും മുന്നിലെത്തിക്കുന്നു. ഓഹരി വിലയിലെ കുതിച്ചുചാട്ടത്തിന്റെ മറ്റൊരു കാരണം കമ്പനിയുടെ ശക്തമായ സാമ്പത്തിക ഫലങ്ങളാണ്. 2024 സെപ്റ്റംബർ പാദത്തിൽ കമ്പനിയുടെ വരുമാനം 5.6 ബില്യൺ രൂപയിൽ നിന്ന് 5.3 ബില്യൺ രൂപയായി 4.7% കുറഞ്ഞെങ്കിലും അറ്റാദായം ഇതേ കാലയളവിൽ 686.7 മില്യൺ രൂപയിൽ നിന്ന് 872.6 മില്യനായി ഉയർന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ HBL പവറിന്റെ കൺസോളിഡേറ്റഡ് റവന്യൂ 22,334 മില്യൺ ആണ്. ഇത് മുൻവർഷത്തെ വരുമാനമായ 13,687 മില്യണിൽ നിന്ന് ഏകദേശം 63.2% വർധനവ് രേഖപ്പെടുത്തി. HBL പവറിന്റെ അറ്റാദായം 2024 സാമ്പത്തിക വർഷത്തിൽ 2,803 മില്യൺ രൂപയാണ്. ഇത് 2023 സാമ്പത്തിക വർഷത്തിൽ റിപ്പോർട്ട് ചെയ്ത 984 മില്യൺ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 184.8% ഉയർന്നു. 2020 മുതൽ 2024 വരെ കമ്പനി അറ്റ വിൽപ്പനയിൽ 12% CAGR എന്ന സാമാന്യം മികച്ച നിരക്ക് നിലനിർത്തി. അതേസമയം അറ്റ വരുമാനം 58% CAGR എന്ന വളരെ മികച്ച വളർച്ച നേടി. കഴിഞ്ഞ 5 വർഷങ്ങളിലെ ശരാശരി ROCE, ROE എന്നിവ യഥാക്രമം 9.9%, 14.4% എന്നിവയാണ്. ഹൈ എനർജി ഡെൻസിറ്റി ഇൻഹൗസ് സെല്ലുകൾ നിർമ്മിക്കുന്നതിനായി കമ്പനി 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 1 ബില്യൺ രൂപയുടെ കാപെക്സ് പ്ലാൻ നടപ്പിലാക്കുന്നു. ഇതിനു മുന്നോടിയായി 0.4 ബില്യൺ രൂപയ്ക്ക് 2022 സാമ്പത്തിക വർഷത്തിൽ ഒരു പൈലറ്റ് പ്ലാന്റ് സ്ഥാപിച്ചിരുന്നു. ഈ സെല്ലുകൾ പ്രതിരോധ ഉപയോഗത്തിന് മാത്രമായിരിക്കും നിർമ്മിക്കുക. 2022 ഫെബ്രുവരി മുതൽ 2024 ഓഗസ്റ്റ് വരെ റെയിൽവേയിൽ നിന്ന് കവച് ടെൻഡറുകൾ ഇല്ലാത്തതിനാൽ 2025 സാമ്പത്തിക വർഷത്തിലെ വിൽപ്പന 2024 സാമ്പത്തിക വർഷത്തിന്റെ അതേ നിലവാരത്തിൽ തന്നെ തുടരുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും 2024 ഓഗസ്റ്റിൽ കവച് ടെൻഡറുകൾ ഇഷ്യൂ ചെയ്തതിനെ തുടർന്ന് 2026 സാമ്പത്തിക വർഷത്തിൽ വിൽപ്പന 2025 സാമ്പത്തിക വർഷത്തേക്കാൾ 30% കൂടുതലായിരിക്കുമെന്നും കമ്പനി കണക്കുകൂട്ടുന്നു. എന്താണ് റെയിൽവേയുടെ കവച് സംവിധാനം എന്ന് ചുരുക്കി വിവരിക്കാം. ഹൈടെക് സിഗ്നലിംഗ് സംവിധാനത്തിലൂടെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിൽ കവചിന് നിർണായക പങ്കുണ്ട്. അത് അടിയന്തര ഘട്ടങ്ങളിൽ ഒരു ഷീൽഡായി പ്രവർത്തിക്കുന്നു. ആവശ്യമായ നടപടികൾ എടുക്കുന്നതിൽ ലോക്കോ പൈലറ്റ് പരാജയപ്പെടുമ്പോൾ യാന്ത്രികമായി ബ്രേക്കുകൾ പ്രയോഗിക്കുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ വിശാലമായ ശൃംഖലയിൽ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും ശക്തിപ്പെടുത്തുന്നതിനായി അതിവേഗം പ്രവർത്തിച്ചു വരുന്നു. കവച് സംവിധാനം നടപ്പാക്കുന്നതിനുള്ള വികസനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു. 2030ഓടെ 36,000 കിലോമീറ്ററിലധികം കവച് സാങ്കേതികവിദ്യ നടപ്പാക്കാനാണ് കേന്ദ്രം പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് HBL പവർ പോലുള്ള കമ്പനികൾക്ക് വാനോളം പ്രതീക്ഷ നൽകുന്നു. ഭാവിയിൽ ലിഥിയം അയൺ ബാറ്ററികളുടെ സുരക്ഷിതമായ പതിപ്പുകൾ ലഭ്യമാക്കിയാൽ നിക്കൽ കാഡ്മിയം ബാറ്ററികൾക്കും സ്ഥാനഭ്രംശം സംഭവിച്ചേക്കാം. ഇത് മുൻകൂട്ടി കണ്ട് ലിഥിയം അയൺ സെല്ലുകളും EDT അഥവാ ഇലക്ട്രിക് ഡ്രൈവ് ട്രെയിനുകളും നിർമ്മിക്കുന്നതിനുള്ള ഒരു പുതിയ ഫെസിലിറ്റിയിലും HBL നിക്ഷേപിക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റോക്കിൽ നിക്ഷേപകർക്ക് തീരുമാനമെടുക്കാൻ സഹായകരമായേക്കാവുന്ന ചില കാര്യങ്ങൾ കൂടി വിശദമാക്കാം. മുന്നോട്ടു നോക്കുമ്പോൾ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബജറ്റ് HBL എഞ്ചിനീയറിംഗിന് കാര്യമായ അവസരങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ച് ഫ്യൂസുകൾ, റെയിൽവേ സിഗ്നലിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയ ഇലക്ട്രോണിക് സൊല്യൂഷനുകളിൽ. മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളിലൂടെ
പ്രതിരോധ ഉപകരണങ്ങളിൽ സ്വയം പര്യാപ്തത നേടാനുള്ള സർക്കാരിന്റെ പ്രേരണ പ്രതിരോധ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിന് കമ്പനിക്ക് പ്രോത്സാഹനം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് നൂതന ബാറ്ററി സാങ്കേതിക വിദ്യകളുടെ ആവശ്യകതയെ പ്രകടിപ്പിക്കുന്നു. ലിഥിയം അയൺ ബാറ്ററികൾ വികസിപ്പിച്ച് അതിന്റെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോയിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് കമ്പനി ഈ അതിവേഗം വളരുന്ന വിപണിയെ സജീവമായി മുതലെടുക്കാൻ ലക്ഷ്യമിടുന്നു. കൂടാതെ കമ്പനി അതിന്റെ നിർമ്മാണ യൂണിറ്റ് വിപുലീകരിക്കാനും അതിന്റെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും വ്യവസായത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനും ഇതിലൂടെ മത്സരാധിഷ്ഠിത വിപണിയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കാനും പദ്ധതിയിടുന്നു. എന്നിരുന്നാലും ഏതെങ്കിലും നിക്ഷേപ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിക്ഷേപകർ കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം, വളർച്ചാ പദ്ധതികൾ, കോർപ്പറേറ്റ് ഭരണം എന്നിവ ശ്രദ്ധാപൂർവം വിലയിരുത്തിയും കമ്പനിയുടെ സാമ്പത്തിക ഫലങ്ങൾ വിശദമായി പരിശോധിച്ചുമാവണം തീരുമാനമെടുക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ തരുന്ന എല്ലാ പിന്തുണയ്ക്കും ഈ കമ്പനിയെക്കുറിച്ച് ചോദിച്ച സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.